അപ്പോൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഇൻലെറ്റ് വെലോസിറ്റി ഇൻലെറ്റ് ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. എക്സിറ്റ് ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇൻലെറ്റ് വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എക്സിറ്റ് വെലോസിറ്റി സെയിം ആണ്, 30 മീറ്റർ പെർ സെക്കൻഡ്. ആ സെയിം വെലോസിറ്റി വെച്ചിട്ട് ഒരു ടർബൈനിലോട്ട് കയറുന്ന ടർബൈൻ്റെ എക്സിറ്റ് ഞാൻ ഇവിടുന്ന് എടുക്കാൻ പോവാം. അപ്പോൾ ടർബൈൻ്റെ എക്സിറ്റ് കണ്ടീഷൻ ഇൻലെറ്റ് കണ്ടീഷൻ 2 തന്നെയാണ്. എക്സിറ്റ് കണ്ടീഷൻ ഞാൻ 3 എടുക്കാൻ പോവാം. എന്തൊക്കെയായിരുന്നു? ടർബൈന് എന്ത് സംഭവിക്കും? ഇറ്റ് ദെൻ എൻറ്റേഴ്സ് എ ടർബൈൻ വിത്ത് ദ സെയിം വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് എക്സ്പാൻഡ്സ് ദ ടെമ്പറേച്ചർ ആൻഡ് ഫാൾസ് ടു. അപ്പോൾ T3 എത്ര? T3 ഇസിക്കൽ ടു എത്ര? T3 650 പ്ലസ് 273 കെൽവിൻ അല്ലേ? വെലോസിറ്റി ഇസിക്കൽ ടു V3 ഇസിക്കൽ ടു on leaving the turbine, air is taken at a velocity of 60 meter per second. ആണോ? അപ്പോൾ V3 എത്ര? V3 ഓക്കെ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? വായിച്ച്. ഫ്ലോ റേറ്റ് എത്ര? 2 meter per second. ഓക്കെ. W ഇസിക്കൽ W1 ഇസിക്കൽ ടു W2 ഇസിക്കൽ ടു W3 ഇസിക്കൽ ടു 2 കിലോഗ്രാം പെർ സെക്കൻഡ് ആണോ? എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ടു കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. Rate of heat transfer. എവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ? ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണോ? റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണോ? അതെ. പിന്നെ സെക്കൻഡ് വൺ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പവർ ഔട്ട്പുട്ട് ഫ്രം ദി ടർബൈൻ. ഓക്കെ. പിന്നെന്താ കണ്ടുപിടിക്കണ്ടേ? പിന്നെന്തോ പറഞ്ഞേക്കുന്നത്? ഒരു നോസിൽ പറഞ്ഞിട്ടില്ലേ? നോസിലിൻ്റെ പ്രത്യേകത എന്താണ്? ടർബൈൻ്റെ എക്സിറ്റ് എങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്? ടർബൈൻ്റെ എക്സിറ്റ് എങ്ങോട്ടാണ് കൊടുത്തേക്കുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. പറഞ്ഞേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. നോസിലേക്ക്. നോസിലിൻ്റെ ഇത് സെക്ഷൻ 3 ആയിട്ട് എടുക്കാം. ഇൻലെറ്റ് ഔട്ട്ലെറ്റ് 4 ആയിട്ട് എടുക്കാം ആണോ? നോസിലിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ തന്നിട്ടുണ്ടോ? നോസിലിൻ്റെ ഇൻലെറ്റോ ഔട്ട്ലെറ്റോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇൻലെറ്റ് അറിയാം, ഔട്ട്ലെറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഔട്ട്ലെറ്റിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ നോസിലിൻ്റെ? ടെമ്പറേച്ചർ തന്നിട്ടില്ലേ? On leaving the turbine, air is taken to a velocity of 60 meter per second to a nozzle
where it expands until the if temperature has fallen to 500 degrees Celsius. T4 എത്ര കിട്ടും? T4 എത്ര? 500. കണ്ടോ നിങ്ങൾ ക്വസ്റ്റ്യനകത്ത്? കണ്ടോ? ഇനി ബാക്കി എന്തൊക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത്? എച്ച് ഇസിക്കൽ ടു സി പി ടി തന്നിട്ടുണ്ട്. ആണോ? സി പി ഇസിക്കൽ ടു എത്ര? 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ തന്നിട്ടുണ്ട്. ആണോ? ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട 2 കാര്യങ്ങളാണ്. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എക്സിറ്റ് വെലോസിറ്റി ഓഫ് നോസിൽ അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചർ കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ പവർ ഔട്ട്പുട്ട് ഫ്രം ടർബൈൻ കണ്ടുപിടിക്കണം. തേർഡ് വൺ എക്സിറ്റ് വെലോസിറ്റി ഫ്രം ദ നോസിൽ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഈ 3 കമ്പോണൻസ് ഉണ്ട്. ഇതൊരു ബിഗ് പ്രോബ്ലമാണ്. 3 കമ്പോണൻ്റ് ഉണ്ട്. എന്തൊക്കെ? ഫസ്റ്റ് വൺ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇൻലെറ്റ് വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. എക്സിറ്റ് വെലോസിറ്റി സെയിം ആണ്, 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് വരുന്ന സ്ട്രീമിനെ നമ്മൾ ടർബൈനിലോട്ട് കടത്തിയിടുന്നു. ടർബൈനിനകത്തുനിന്ന് എക്സ്പാൻഡ് ചെയ്ത് ടെമ്പറേച്ചർ കുറയുന്നു. ടെമ്പറേച്ചർ T3 എന്ന് പറയുന്ന ടെമ്പറേച്ചർ 800 നിന്ന് 650 മാറുന്നു. വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 60 മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൂടുന്നു. ഇതിന് ശേഷം ഒരു നോസിലൂടെ കടത്തിവിടുന്നു. നോസിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ 650 നിന്ന് എഗെയിൻ 500 കുറയുന്നു. വെലോസിറ്റി തന്നിട്ടില്ല. നമ്മളൊക്കെ പറഞ്ഞേക്കുന്നത് മാസ് ഫ്ലോ റേറ്റ് 2 കിലോഗ്രാം പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചർ. സെക്കൻഡ് വൺ വർക്ക് ഔട്ട്പുട്ട് ഫ്രം ദ ടർബൈൻ ആൻഡ് തേർഡ് വൺ ദ എക്സിറ്റ് വെലോസിറ്റി ഓഫ് നോസിൽ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഹലോ. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? ഇപ്പം ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പം നമ്മൾക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ മാത്രം ഞാൻ ഇങ്ങോട്ട് നീക്കി വരച്ച്. ഓക്കെ, ഹീറ്റ് എക്സ്ചേഞ്ചർ മാത്രം ഞാൻ ഇങ്ങോട്ട് നീക്കി വരച്ച്. ഇത് സെക്ഷൻ 1 ഇത് സെക്ഷൻ 2 ആണോ? അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഞാൻ എന്ത് ലോ അപ്ലൈ ചെയ്യാൻ പോവാ? T1 ഈസിക്കൽ ടു 15 + 273, T2 ഈസിക്കൽ ടു 800 + 273, വെലോസിറ്റി V1 ഈസിക്കൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് V2 ഈസിക്കൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ഫ്ലോ എന്ത് ഫ്ലോ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാ? സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ അക്രോസ് ഹീറ്റ് എക്സ്ചേഞ്ചർ അക്രോസ് ആയിട്ട് സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് എങ്ങനെ വരും? എന്ന് പറഞ്ഞേ. 1 എന്ന് പറഞ്ഞ സെക്ഷനും 2 എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മുടെ സാധാരണ നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. W1 ഇൻറ്റു H1 plus
W1 into H1 plus V1 square by 2 plus Z1 G 1 square by 2G plus DQ by D tau അല്ലേ 1 to 2 എന്ന് കൊടുക്കാം ഓക്കെ ഈസ് ഈക്വൽ ടു W2 into H2 plus V2 square by 2 plus Z2 G plus dWx by d tau. ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് സീറോ ആവുന്നതും ഈക്വൽ ആവുന്നതും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? സീറോ ആവുന്നതും ഈക്വൽ ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? W1 and W2 equal. W1 is equal to W2 ഉണ്ട്. അടുത്ത സെക്കൻഡ് എന്താണ്? അടുത്ത എന്താ? നമുക്ക് തന്നിട്ടുണ്ട് H1 is equal to എന്താണ്? CPT അല്ലേ? H1 is equal to തന്നിട്ടില്ലേ? H is equal to CPT തന്നിട്ടില്ലേ? H is equal to CPT തന്നിട്ടില്ലേ? ഓക്കെ, അപ്പോൾ H1 എന്തുമായിരിക്കും? CPT1 ആണോ? H2 എന്തുമായിരിക്കും? CPT2. T1ൻ്റെ T2ൻ്റെ വാല്യൂ എനിക്ക് അറിയാമല്ലോ, CPയുടെ വാല്യൂ എനിക്ക് അറിയാമല്ലോ, ആണോ? അറിയാമല്ലോ. അപ്പോൾ H1 H2 കണ്ടുപിടിക്കാമല്ലോ, സംശയമൊന്നുമില്ലല്ലോ, ഉണ്ടോ? സംശയമുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഇനി V1 സ്ക്വയർ ബൈ 2ൻ്റെയും V2 സ്ക്വയർ ബൈ 2ൻ്റെ വാല്യൂ എനിക്ക് തന്നിട്ടുണ്ടല്ലോ. V1ൻ്റെ V2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. ഓക്കെ, ഉണ്ടല്ലോ. Z1ൻ്റെയും Z2ൻ്റെയും വാല്യൂ എന്തായിരിക്കും? Z1ൻ്റെയും Z2ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സീറോ എന്ന് പറയത്തില്ല. Z1 മൈനസ് Z2 സീറോ ആണ്. Z1 ഈക്വൽ ടു Z2. കാരണം എന്താണ്? സെയിം ലെവലായിട്ട് നമ്മളങ്ങ് അസ്യൂം ചെയ്യാം. ക്വസ്റ്റ്യനകത്ത് അതിൻ്റെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തോ എടുക്കണം? ക്വസ്റ്റ്യനകത്ത് അതിൻ്റെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തോ എടുക്കണം? സെയിം ലെവലായിട്ട് അങ്ങ് അസ്യൂം ചെയ്യണം. മനസ്സിലല്ലേ? Z1 Z2 ആയിട്ട് അസ്യൂം ചെയ്യണം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? DQ12 ഡിവൈഡ് ബൈ D tau അല്ലേ? അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഈ dWx ബൈ D tauയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു എന്തുമായിരിക്കും? ഇതിനകത്ത് ഷാഫ്റ്റ് വർക്ക്, ഹീറ്റ് എക്സ്ചേഞ്ചർ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് ഷാഫ്റ്റ് വർക്ക് ഉണ്ടോ? ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഫങ്ഷൻ എന്തുവാ? ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഫങ്ഷൻ എന്തുവാ? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അവിടെ ഷാഫ്റ്റ് വർക്ക് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തുവാ?
സീറോ. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടീഷൻസ്, ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഫുള്ള് കണ്ടീഷൻസ് നമ്മുടെ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യണം. ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യണം. എത്ര ഇടാം ചെയ്തേ. ഇപ്പോൾ W1 പകരം ഞാൻ എത്ര എടുത്തു? W1 പകരം എത്ര കൊടുത്തു? 2 കൊടുത്തു. H1 പകരം എന്ത് കൊടുക്കണം? CPയുടെ വാല്യൂ എന്തുവാ? 1.005. ടെമ്പറേച്ചർ T1 വാല്യൂ എത്ര? 288 പ്ലസ് V1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 സ്ക്വയർ ബൈ 2 പ്ലസ് Z1G ഇല്ലല്ലോ, Z1G വേണ്ടല്ലോ, ഈക്വലാവുന്നുണ്ട് അല്ലേ? വേണോ? കൊടുക്കണോ? വേണമെങ്കിൽ കൊടുത്തോ. Z1 കൊടുത്തോ. Z1G പ്ലസ് DQ ഡിവൈഡ് ബൈ D ടോ 1 to 2 ഈസിക്കൽ ടു ഇവിടെ എന്ത് വരും? W2 വാല്യൂ 2 അല്ലേ? 1 ഒന്നും കൊടുക്കാൻ പറ്റില്ല. 1 ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. 1 ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. 1 അല്ല, ഇതിൻ്റെ ഡിഫറൻസ് 0, ഈക്വൽ ആവുന്നേ ഉള്ളൂ കേട്ടോ. രണ്ടിൻ്റെ വാല്യൂ Z1 Z2 വാല്യൂ സെയിം ആണെന്ന അർത്ഥം, അല്ലാതെ ഈ 1 എന്നല്ല അർത്ഥം കേട്ടോ. ഈസിക്കലി 2 ഇൻറ്റു എന്ത് വരും? 1.005 ഇൻറ്റു ടെമ്പറേച്ചർ T2 എത്ര? 1073 പ്ലസ് എന്ത് വരും? തേർട്ടി സ്ക്വയർ ബൈ 2 പ്ലസ് Z1 ഈസിക്കൽ ടു Z2 അല്ലേ? അപ്പോൾ ഞാൻ Z1G എന്ന് തന്നെ കൊടുക്കുക. Z1G പ്ലസ് എന്ത് വരും? 0 ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? അത് മൊത്തമായിട്ട് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊന്ന് ആൻസർ കണ്ടുപിടിച്ചേ. DQ ബൈ D2 ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ.
ഇതെന്തുവായി പോവും? (30^2 - 30^2) എന്തായി പോവും? (30^2 - 30^2) എന്തായി പോവും? എന്തായി പോവും? 0 ആയി പോകത്തില്ലേ? പ്ലസ് z1 എന്തോ ആയി പോവും? 0 ആയി പോകത്തില്ല. അപ്പോൾ ആ പടം എന്തോ ഉള്ളു? ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. എത്രയായിട്ട് ആൻസർ? സിമ്പിളല്ല ഇത്. ക്വസ്റ്റ്യൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേന് സിമ്പിളാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? എത്രയായിട്ട് ആൻസർ? 1577.84. 1577.8. എത്ര കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്താ? ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്താ? ഇത്രയും കിട്ടിയോ എല്ലാവർക്കും? ഇത്രയും കിട്ടിയോ? അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞേ. ഇനി സിമ്പിൾ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? പറ. പറഞ്ഞേ. പവർ ഔട്ട്പുട്ട് ചോദിച്ചിരിക്കുന്നത് ടർബൈൻ്റെ അല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ടർബൈൻ്റെ സെക്ഷൻ്റെ വരയ്ക്കണം നമ്മൾ, ആണോ? അപ്പോൾ ടർബൈൻ്റെ സെക്ഷൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. പവർ ഔട്ട്പുട്ട് ഓഫ് ടർബൈൻ. അപ്പോൾ ടർബൈൻ സെക്ഷൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നത് കണ്ടോ? ഇതാ ടർബൈൻ സെക്ഷൻ. ടർബൈൻ്റെ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ 2 ആണ്, 2 ആണ്. ടർബൈൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഏതാ? 3 ആണ്. അപ്പോൾ ടർബൈൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ T2 എത്രയായിരുന്നു? 800 + 273 ആണോ? പിന്നെ V2 33 m/s തന്നെയാണ്. അതുപോലെ തന്നെ T3 650 + 273 ആണ്. അതുപോലെ തന്നെ വെലോസിറ്റി V3 എത്രയായിരുന്നു? വെലോസിറ്റി 60 m/s. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അപ്ലൈയിങ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അക്രോസ്
across steady flow energy equation across across 2 3 across turbine across ആയിട്ട് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്തേ. അപ്ലൈ ചെയ്തേ. W2 ഇൻറ്റു പറ W2 ഇൻറ്റു ടു ത്രീ അല്ലേ, ടു ത്രീ അല്ലേ, 1 2 അല്ലല്ലോ, 1 2 കഴിഞ്ഞില്ലേ, ഇപ്പം 2 3 2 3 അപ്ലൈ ചെയ്തേ. W2 ഇൻറ്റു പറഞ്ഞു W2 ഇൻറ്റു എന്ത് വരും? H2 plus V2 square by 2 പ്ലസ് പ്ലസ് Z2G Z2G പ്ലസ് DQ by dτ ഈസ് ഈക്വൽ ടു, നിങ്ങൾ പറയാതെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഞാൻ എഴുതുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവണം, ഐഡിയ കിട്ടണം, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നത്. ഈസ് ഈക്വൽ ടു W3 ഇൻറ്റു H എന്താ, H2 H3 H4 H1 എന്തോ പറയുന്നുണ്ടേ, H3 പ്ലസ് square by 2 പ്ലസ് dWx ബൈ dτ. ഇതിനകത്ത് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് W2 ഇസിക്കൽ ടു W3 ആണല്ലോ, എന്തായാലും ആണല്ലോ H2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാ, CpT2. H3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാ, CpT3 ആണല്ലോ. സംശയമൊന്നുമില്ലല്ലോ. Z2ൻ്റെ V1 സ്ക്വയർ V2 സ്ക്വയർ ബൈ 2 കണ്ടുപിടിക്കാമല്ലോ, V3 സ്ക്വയർ ബൈ 2 കണ്ടുപിടിക്കാമല്ലോ. അതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ഇല്ല. ഇനി അടുത്തത് Z1ൻ്റെയും Z2ൻ്റെയും Z3ൻ്റെയും കാര്യം പറയാൻ നേരം Z2നെ Z3യെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ടർബൈൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഹൈറ്റ് ഡിഫറൻസിനെ പറ്റി ഇല്ല. അപ്പോൾ അത് രണ്ടും എന്തായിട്ട് എടുക്കുക? ഈക്വലായിട്ട് എടുക്കുക. ഇനി അടുത്തത് DQ ബൈ dτയുടെ എന്താണ് വാല്യൂ? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഫൈൻഡ് ദ പവർ ഔട്ട്പുട്ട് ഫ്രം ദ ടർബൈൻ അസ്യൂം, എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? അസ്യൂം, അവിടെ ക്വസ്റ്റ്യനകത്ത് എന്ത് കൊടുത്തേക്കണം? അസ്യൂം നോ ഹീറ്റ് ലോസ്. അതിൻ്റെ അർത്ഥം എന്താണ്? DQ ബൈ dτയുടെ വാല്യൂ എന്തായിരിക്കും? DQ ബൈ dτയുടെ വാല്യൂ എന്തായിരിക്കും? 0. DQ ബൈ dτയുടെ വാല്യൂ 0 ആയിരിക്കും. അതുകൂടാതെ ഈ ലാസ്റ്റത്തെ ടേം എന്താണ്? dWx ബൈ dτയുടെ വാല്യൂ. അതാണ് നമുക്ക് എന്ത്? അതാണ് നമുക്ക്
കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യമേ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താലോ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓരോ കേസുകളും പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഞാൻ W2 പകരം W എന്ന് കൊടുക്കുവാണ്. H2 പകരം ഞാനത് CP_T2 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, പ്ലസ് V2² അതേപോലെ എഴുതുന്നു. Z2 പകരം Z2G എന്ന് തന്നെ കൊടുക്കുവാണ്. പ്ലസ് 0 എന്ന് കൊടുക്കാം. D3/D2 വാല്യൂ എന്ത് കൊടുക്കാൻ പോവാം? D3/D2 വാല്യൂ എന്ത് കൊടുക്കാൻ പോവാം ഞാൻ? D3/D2 വാല്യൂ എന്ത് കൊടുക്കാൻ പോവാം? 0 ഈസ് ഈക്വൽ ടു ബാക്കി W3 പകരം W തന്നെ കൊടുക്കാൻ പോവാം. ഈ സെയിം ആയതുകൊണ്ട് H3 പകരം CP_T3 എന്ന് കൊടുക്കുന്നു. പ്ലസ് V3²/2 പ്ലസ് Z3 പകരം Z2 Z3 അല്ലേ, അപ്പോൾ Z2G എന്ന് തന്നെ കൊടുക്കുന്നു. പ്ലസ് dWx/d2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാം. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ ന്യൂമറിക്കൽ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അതാണ് കുറച്ചും കൂടെ എളുപ്പം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേന് W × CP_T2 പ്ലസ് V2²/2 പ്ലസ് Z2G മൈനസ് W × CP_T3 പ്ലസ് V3²/2 പ്ലസ് Z2G ഈസ് ഈക്വൽ ടു dWx/d2 എന്ന് കിട്ടുമോ? ഇങ്ങനെ കിട്ടുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റുമില്ലേ? ഇതിൽ ഞാൻ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ W ഞാൻ അത്രയും കോമൺ എടുത്തു കഴിഞ്ഞാൽ W മൊത്തത്തിൽ കോമൺ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ രണ്ട് ടൈമിനകത്തോട്ട് CP കോമൺ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് T2 മൈനസ് T3 പ്ലസ് V2²/2 മൈനസ് V3²/2 പ്ലസ് Z2G മൈനസ് Z2G ഈസ് ഈക്വൽ ടു dWx/d2 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതെന്താണ്? Z2 മൈനസ് Z2 എന്താണ്? ഇത് 0 ആയി പോകുന്നു. ഇതൊക്കെ ആദ്യമേ 0 ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ട് 0 കൊടുക്കുന്നത്. ഇനി dWx/d2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? W × CP_T2 മൈനസ് T3 പ്ലസ് V2²/2 മൈനസ് 3²/2 ഇങ്ങനെ എഴുതാവോ? ഇതിനകത്ത് എല്ലാ വാല്യൂ നമ്മുടെ കയ്യിലില്ലേ? W ഉണ്ട്, CP ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്. എല്ലാ വാല്യൂസ് നമ്മുടെ കയ്യിലില്ലേ? നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മാത്രം പോരെന്ന് ചോദിച്ചേ. ഹലോ, ഇതൊരു വലിയ സ്റ്റഫ് പ്രോബ്ലം ആയിട്ടെല്ലാം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എളുപ്പമായിട്ടാണോ തോന്നുന്നത്? സുബിൻ, ഗൗരിനാഥ്, ജിതിൻ, മൂഷിനാർ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് സ്റ്റഡി ഫ്ലോഡ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചവർക്ക് എളുപ്പമായിരിക്കും. അതല്ല, സ്റ്റഡി ഫ്ലോഡ് ഇക്വേഷൻസ് ഒന്നും ഇപ്പോഴും അറിയത്തില്ല എന്നിരിക്കുന്നവർക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നുന്ന ഫീലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സ്റ്റഡി ഫ്ലോ W1 എന്താണ്, dQ/d2 എന്താണ്, dWx/d2 എന്താണ് എന്നൊക്കെ കുറേ ആവർത്തി പല ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലായവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നാളെ എന്തായാലും തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇന്ന് ഞാൻ ഈ പ്രോബ്ലം പെൻഡിങ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ രാവിലെ ഞാൻ തുടങ്ങിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അടുത്ത സെഷനിലോട്ട് പോകാമായിരുന്നു.
-1079 വരും. എല്ലാവർക്കും കിട്ടുന്നതാണോ? എൻ്റെ ആൻസർ ഇല്ല. എത്ര കിട്ടി? എത്ര കിട്ടിയാലും നിങ്ങൾ എഴുതിക്കോളൂ. ഓക്കെ, ആൻസറിന് എന്തായാലും വലിയ പ്രസക്തിയില്ല. -1079. -1079 കിലോ ജൂൾ പെർ സെക്കൻഡ്. എല്ലാവർക്കും ഇത് 0.94. ഓക്കെ, 0.94. ഓക്കെ, ഇപ്പം ലാസ്റ്റത്തെ എന്ത് കണ്ടുപിടിക്കണ്ടേ? ഇനി ലാസ്റ്റത്തെ എന്ത് കണ്ടുപിടിക്കണ്ടേ? തേർഡ് ക്വസ്റ്റ്യൻ. എക്സിറ്റ് വെലോസിറ്റി ഓഫ് എന്താ പറ? എക്സിറ്റ് വെലോസിറ്റി ഓഫ്. അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ എന്തെടുക്കണം? നോസിൻ്റെ സെക്ഷൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കണം. ആണോ? നോസിൽ ഇത് 3 ആണ് അല്ലേ? ഇത് 4 T3 അറിയാം. T3 എത്ര? 600 അല്ല സോറി 650 + 273. V3 = 60 m/s. T4 എത്രയാണ്? 500 + 273 ആണോ? V4 തന്നിട്ടില്ല. V4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? അപ്ലൈയിങ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അക്രോസ് നോസിൽ അപ്ലൈ ചെയ്തേ. W3 into നിങ്ങൾ ഭയങ്കര സ്ലോ മോഷൻ ആട്ടോ. ഞാൻ എത്ര വട്ടം ചോദിച്ചാൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. W3 into V3² plus Z3G plus dQ/d tau is equal to W4 into H4 plus V4² plus Z4G plus dWx/d tau. ഇവിടുത്തെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? W4 into W4 is equal to W3 ആണോ? അടുത്തതെന്താ? W3 is equal to W4. അടുത്തതെന്താ? H3 is equal to CpT3. H4 is equal to CpT4 ആണോ? അടുത്തത് V3²/2 വാല്യൂ എനിക്ക് അറിയാം. V4²/2 വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഓക്കെ. അടുത്തത് Z3 is equal to Z4. ഓക്കെ. അടുത്ത dQ/d tau നോസിലിൻ്റെ കേസിൽ നമ്മൾ ആദ്യമത്തെ ഡെറിവേഷൻ പഠിച്ചത് നോസിലിൻ്റെ കേസിൽ എന്താണ്? നോസിൽ എന്താണ്? നോസിലിന് dQ/d tau എന്താണ്? 0 ആയിരിക്കണം. 0 ആയിരിക്കണം. അതുപോലെ തന്നെ dWx/d tau എന്തായിരിക്കും? നോസിൽ ഷാഫ്റ്റ് വർക്ക് ഉണ്ടോ? ഇല്ല, അത് 0. മനസ്സിലായി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യണം.
താഴോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന സാധനം ഇങ്ങനെ ആയിരിക്കും W×H3 ഒന്ന് അപ്ലൈ ചെയ്തേ, ഈ സാധനങ്ങളെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തേ. W×CP_T3 പ്ലസ് V3² / 2 ഈസ് ഈക്വൽ ടു W×CP_T4 പ്ലസ് V4² / 2. ഇത് രണ്ടെണ്ണേ മാത്രമേ എടുത്തുള്ളൂ. ഈ W വെട്ടിപ്പോവും. അവസാനം CP_T3 ഈസ് ഈക്വൽ ടു CP_T3 പ്ലസ് V3² / 2 ഈസ് ഈക്വൽ ടു CP_T4 പ്ലസ് V4² / 2. അപ്പോൾ ഇതിനകത്ത് നമുക്ക് V4ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. V4ൻ്റെ വാല്യൂ സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഓരോ സംഭവങ്ങളും വരുമ്പോഴും നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ട കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് ഏതാണ് സാധനം കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് എവിടെ എത്തും. ക്ലിയർ ആയോ? ഇപ്പോൾ നമ്മുടെ